കോട്ടയം നഗരസഭാ സോണൽ ഓഫീസിന്റെ കോൺക്രീറ്റ് ഇളകി ജീവനക്കാരന്റെ തലയിൽ പതിച്ചു. കുമാരനെല്ലൂർ ഓഫീസിലെ സൂപ്രണ്ട് ശ്രീകുമാറിനാണ് കോൺക്രീറ്റ് വീണ് പരിക്കേറ്റത്. ബുധനാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. ജീവനക്കാർ ജോലി നോക്കുന്നതിനിടയിലാണ് ഓഫീസ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഇളകി താഴേക്ക് വീണത്. ഈ സമയം സീറ്റിലുണ്ടായിരുന്ന സൂപ്രണ്ട് ശ്രീകുമാറിന്റെ തലയിലാണ് കോൺക്രീറ്റ് പതിച്ചത്. കാലപ്പഴക്കവും അറ്റകുറ്റപ്പണി നടത്താത്തതുമാണ് ഇത് ഇളകി വീഴാൻ കാരണം. സ്വന്തം ജീവനക്കാരുടെ ജീവന് വില കൽപ്പിക്കാത്ത നഗരസഭ എങ്ങനെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇത് നിരന്തരമായിട്ട് കൗൺസിൽ യോഗങ്ങളിൽ ഞങ്ങൾ ഇവിടുത്തെ ഓഫീസുകളുടെ ശോചനീയാവസ്ഥ പറയുന്ന കോട്ടയം മെയിൻ ഓഫീസിൽ പോലും പരിശോധിച്ചാൽ കാണാവുന്ന എല്ലാ കെട്ടിടങ്ങളും കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താതെ വലിയ ഒരു ദുരന്തത്തെ വിളിച്ചു വരുത്താൻ പോകുന്ന തരത്തിലേക്കാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ ഉണ്ടായി. ഇനി പല നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിലും ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ദുരന്തമായിരിക്കും. അധികാരികൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം. UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ വ്യാപക ക്രമക്കേടാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് കോൺക്രീറ്റ് തകർന്നു വീണ് ജീവനക്കാരന് പരിക്കേറ്റിരിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.